1948 ജൂലൈ 7 നിലവിൽ വന്ന ദാമോദർ വാലി കോർപ്പറേഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. USA പ്രശസ്തമായ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിലാണിത്. പദ്ധതിയുടെ ഭാഗമായ അണക്കെട്ടുകൾ ദാമോദർ നദിയിലും പോഷക നദികളിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് ഒറീസയിലെ സാമ്പൽപൂർ ജില്ലയിൽ മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഈ അണക്കെട്ടിന്റെ നീളം 4.8 കിലോമീറ്ററാണ്. 1946 നിർമ്മാണം തുടങ്ങിയ ഹിരാക്കുഡ് പദ്ധതിയുടെ ഉദ്ഘാടനം 1957 ജനുവരി 13 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണിത്. പ്രധാന അണക്കെട്ടിന് പുറമെ 21 കിലോമീറ്റർ നീളമുള്ള ചിറയും ഹിരാക്കുഡിനുണ്ട്. അണക്കെട്ടിന്റെയും ചിറയുടെയും നീളം ചേർത്ത് കണക്കാക്കിയാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. 25.8 കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ നീളം വരിക. ബഖ്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് ബഖ്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി. പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന അണക്കെട്ടായ ബഖ്ര അണക്കെട്ട് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിലാണ്. 226 മീറ്റർ ഉയരമുള്ള ബഖ്ര അണക്കെട്ടാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ അണക്കെട്ട്. 1948 നിർമ്മാണം ആരംഭിച്ച ബഖ്ര ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് 1963 പദ്ധതിയുടെ ഭാഗമായ നങ്കൽ ഡാം ബക്രയിൽ നിന്നും 13 കിലോമീറ്റർ മാറിയാണ്. ബക്ര അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലമാണ് നങ്കൽ അണക്കെട്ട് ഉപയോഗപ്പെടുത്തുന്നത്. നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിക്ക് കുറുകെയാണ് നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രാചീന ബുദ്ധമത പണ്ഡിതനായ നാഗാർജുനന്റെ നാമധേയത്തിലുള്ള അണക്കെട്ടാണിത്. 1955 ഡിസംബറിലാണ് അണക്കെട്ടിന് തറക്കല്ലിട്ടത്. ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് 1969 ഗ്രാൻഡ് അണക്കെട്ട് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത് കാവേരി നദിയിലാണ്. AD 1 നൂറ്റാണ്ടിൽ കരികാല ചോളൻ നിർമ്മിച്ച കല്ലണക്കെട്ടാണിത്. 19 നൂറ്റാണ്ടിൽ ഇതിനെ പുതുക്കിപ്പണിത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേരു നൽകി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അണക്കെട്ടുകളും അവ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കുക. കൃഷ്ണ നദിയിൽ ശ്രീശൈലം അണക്കെട്ടും അലമാട്ടി ഡാമും സ്ഥിതി ചെയ്യുന്നു. കാവേരി നദിയിൽ മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നു. ഇന്ദിരാസാഗർ നർമ്മദാ നദിയിലും പ്രവര ഗോദാവരിയിലും സ്ഥിതി ചെയ്യുന്നു. വിശ്വേശ്വരയ്യ ഡാം അതായത് കൃഷ്ണസാഗർ അണക്കെട്ട് കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തടാകങ്ങൾ ചിൽക്ക തടാകം ഒറീസയുടെ തീരപ്രദേശത്തുള്ള ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. 1100 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുണ്ടതിന്. ഉപ്പുജല തടാകമാണിത്. 32 കിലോമീറ്ററോളമാണ് ചിൽക്കയുടെ നീളം. വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ ജീവിവർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, പക്ഷികളുടെ ദ്വീപ് എന്നിവ ചിൽക്ക തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു. 245 ചതുരശ്ര കിലോമീറ്ററിലേറെയാണ് ഇതിന്റെ വിസ്തൃതി. വൂളാർ തടാകം ജമ്മു കാശ്മീരിലെ ശുദ്ധജല തടാകമാണിത്. ചലം നദി വൂളാറിലേക്ക് ഒഴുകിയെത്തുന്നു. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിലാണ് ദൽ തടാകം. ഒഴുകുന്ന ദേശീയോദ്യാനം മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ലോക്ടാക്.